ഇസ്മായിൽ മൂത്തേടം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ആത്മവിശ്വാസം അതിനേക്കാൾ ഇരട്ടിയായിരിക്കുകയാണ് എന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറെ മുന്നിലാണ്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ നേതാക്കൾ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ ഇവിടെ ഉണ്ട്. അതിലേറെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ ദിവസവും മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിലുണ്ട്. അങ്ങനെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. രണ്ടാം ഘട്ട ഹൗസ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒട്ടനവധി നേതാക്കൾ ഇതിനകം തന്നെ ഒട്ടനവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ വരുന്ന 13-ാം തീയതി നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ 2 റോഡ് ഷോയോടനുബന്ധിച്ചുള്ള കോർണർ മീറ്റിങ്ങുകളിലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. മൂത്തേടത്തും അതുപോലെ നിലമ്പൂരിലുമായിരിക്കും റോഡ് ഷോയും അനുബന്ധമായ കോർണർ മീറ്റിങ്ങും സംഘടിപ്പിക്കുക. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. വലിയൊരു ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. Subscribe to One India and never miss an update.